ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയമാണ്. ആർക്ക് വേണമെങ്കിലും ആരെയും കൊല്ലാം. സംശയം തോന്നി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ടോ, അതല്ല ചെറിയ ഒന്നോ രണ്ടോ ആളുകൾ ചെറിയ ഗ്രൂപ്പായിട്ടോ, അല്ലെങ്കിൽ എനിക്ക് സംശയം വേറെ ഞാൻ ഒറ്റയ്ക്കോ, അങ്ങനെ ആർക്ക് വേണമെങ്കിൽ കൊല്ലാം. വിഭവസമൃദ്ധമായ പോഷകസമൃദ്ധമായ ആഹാരം കഴിച്ച് ജയിലിൽ പിന്നെ ജീവിക്കാം. നഷ്ടപ്പെട്ടത് ആ മരിച്ച ആളുടെ കുടുംബത്തിന് മാത്രമേ വരുള്ളൂ. എവിടെ ഞാൻ കണ്ടു, അയാൾക്ക് 2 മക്കളടങ്ങുന്ന ഒരു കുടുംബത്തെ പോറ്റാനാണ് 4 ദിവസം മുന്നേ അയാൾ നാട്ടിൽ വന്നത്, നമ്മുടെ പാലക്കാട് വാളയാർ വന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നിഷ്കരണം എല്ലാവരും ചേർന്നിട്ട് അങ്ങനെ തല്ലി കൊന്നപ്പോൾ എന്താണ് അവർക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് സംശയം തോന്നിയെങ്കിൽ അതിനിപ്പോൾ ആരായിക്കോട്ടെ, എന്തിൻ്റെ പേരിലുള്ള സംശയമാണെങ്കിലും സംശയം തോന്നിയെങ്കിൽ പോലീസുകാരെ ഏൽപ്പിച്ച പോരെ. പിന്നെ എന്തിനാണ് ഒരു വിചാരണയും കാര്യങ്ങളൊക്കെ? ഇനി നിങ്ങളെപ്പോലുള്ളവർക്ക് വിചാരണയാണ് ഇഷ്ടമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പോയി LLB ഒക്കെ പഠിച്ചിട്ട് ജഡ്ജി ആവാനുള്ള എക്സാമൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്ത് ഏതെങ്കിലും ഒരു കോടതിയിൽ ജഡ്ജിയായിട്ടോ, അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ 2 ഇടിയൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടെങ്കിൽ ഒരു പോലീസ് ട്രെയിനിങ്ങിനൊക്കെ പോയി എക്സാമൊക്കെ എഴുതി പോലീസും ആകുക. ഒരു പൊതുജനമായിട്ട് നിൽക്കുമ്പോൾ വേറൊരാളെ ഉപദ്രവിക്കാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല. നമുക്കൊരാളുടെ സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാം. അതല്ലാതെ എനിക്ക് സംശയം തോന്നി, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു 10 പേർക്ക് സംശയം തോന്നിയെന്ന് കരുതിയിട്ട് അയാളെ കൂട്ട വിചാരണ നടത്തുകയോ അല്ലെങ്കിൽ അയാളെ വല്ലാത്ത രീതിയിൽ മർദ്ദിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഞാൻ പറയാൻ വേറെ ഒന്നുമല്ല, പല വാർത്തയിലും ഞാൻ കണ്ടു ശരീരം മുഴുവനായിട്ട് വടി കൊണ്ട് അടിച്ച പാടുകളാണെന്ന്. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ ഉള്ള അവകാശം തന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പട്ടീനെ ആണെങ്കിൽ പോലും അങ്ങനെ തല്ലാനുള്ള ഒരു അവകാശം നിങ്ങൾക്കൊന്നുമില്ല. ഇൻ കേസ് നിങ്ങൾക്കെന്നല്ല എനിക്കും ഇല്ല. സോ ഇനിയെങ്കിലും ഒരാളുടെ നേരെ കൈ ഓങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുക, നമുക്കതിനുള്ള അവകാശം ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുക.